ഹായ് ഓൾ. ഇതെൻ്റെ ശങ്കരിക്കുഞ്ഞ് ഉറങ്ങിയതിന് ശേഷമുള്ള എൻ്റെ രാത്രിയിലത്തെ കുറച്ച് കാര്യങ്ങളുള്ള ഒരു വീഡിയോ ആണേ. വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നതിന് പകരം ഞാൻ കുറച്ച് സ്പീഡിലാണ് വിഷ്വൽസൊക്കെ കാണിക്കുന്നത്. അത് ആദ്യമേ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ അവളെ ഉറക്കി വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ മുടിയൊക്കെ ഒന്ന് അഴിച്ച് കെട്ടി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുടിയൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് അഴിച്ച് കെട്ടണം. അത് ഒരു എൻ്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇന്ന് ശങ്കരിക്കുഞ്ഞ് എൻ്റെ പെരയ്ക്കകം എല്ലാം വാരി വലിച്ച് നിരത്തിയൊരു ദിവസമായിരുന്നു. പൊതുവേ എല്ലാ ദിവസവും അവളിങ്ങനെ അവളുടെ ടോയ്സ് എല്ലാം ഒന്നും നിരത്തി കളിക്കാറില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഹോളിലും കിച്ചണിലും എല്ലായിടത്തും ടോയ്സ്. അത് കഴിഞ്ഞ് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ചുറ്റും അതിനകത്തുനിന്ന് ചാടി വെളിയിലിറങ്ങി. ഇവൻ എപ്പോഴാണ് ഇതിനകത്ത് കയറിയതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പാവം കുഞ്ഞ് അതിനകത്ത് പെട്ടുപോയതല്ലേ. ഞാൻ കുറച്ച് നേരം അവനെ ഒന്ന് അടുത്ത് സ്നേഹിച്ചു. അവൻ്റെ കാല് മാത്രം ചെറുതായിട്ടൊന്ന് തണുത്ത് തുടങ്ങി എപ്പോഴാണോ അവൻ കയറിയത്. എന്തായാലും ആശാന് വിശക്കുന്നുണ്ട്. അതാ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ ഓരോരോ ടോയ്സായിട്ടൊക്കെ ഒതുക്കി വെക്കുകയാണ്. എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വീടൊന്ന് റീസെറ്റ് ചെയ്തിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കണം. അലങ്കോലപ്പെട്ട് കിടന്നാൽ എൻ്റെ മനസ്സും അതുപോലെ അലങ്കോലമാവും. എനിക്ക് വീറും വൃത്തിയും പണ്ട് ഇത്ര ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇത് എല്ലാ ദിവസത്തെയും റൊട്ടീനിലുള്ള കാര്യമാണ് ഈ റീസെറ്റിങ്. അത് കഴിഞ്ഞ് ഇത് അപ്പുവാണേ, നമ്മുടെ ചുച്ചുവിൻ്റെ ചേട്ടനാണ്. അപ്പോൾ നമ്മളുമായിട്ട് അധികം ഇണങ്ങിയിട്ടില്ല. അടുത്തോട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആൾ പേടിച്ചോടും. പക്ഷേ യുവമാർ രണ്ടും കൂടി ഇതിനകത്ത് കിടന്ന് ഭയങ്കര ഇടിയും ആടിയും പോരിയും മേളമാണ്. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ഇതൊക്കെ എൻ്റെ ചങ്കരിയുടെ ജിറാഫ്, യൂണിക്കോണ്, പിങ്കി എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും പേരൊക്കെ ഇട്ട് ഞങ്ങൾ അടിപൊളിയാക്കി വെച്ചിട്ടുള്ള പാവകളാണേ. അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് ലേറ്റായി കേട്ടോ ഈ സമയമൊക്കെ. ഇത് ശങ്കരി ഉറങ്ങാൻ നല്ല ലേറ്റായ ഒരു ദിവസവും കൂടെ ആയിരുന്നു. പിന്നെ അന്ന് ഏട്ടൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന ദിവസമായിരുന്നു. അപ്പോൾ നല്ല ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടേ എൻ്റെ ജന്മഗുണമാണെന്ന് തോന്നുന്നു. എൻ്റെ സോഡിയാക് സൈൻ സ്കോർപ്പിയോ ആണ്. അപ്പോൾ അതിൽ ഒരു മെയിൻ ക്യാരക്ടർ ട്രേറ്റ് ആണ് നമ്മളെപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അത് ഇഷ്ടമുള്ള ആൾക്കാരോ ആണ്. ഞാനും അതുപോലെ കേട്ടോ. കുഞ്ഞുനാളിലെ അമ്മ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്കിരുന്നും ഞാനും അനിയത്തിയും മാത്രമായിട്ടും, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും മാത്രം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫ്. ഇപ്പം എനിക്ക് ഫുൾ ടൈം 24/7 എൻ്റെ ശങ്കരിക്കുഞ്ഞു കൂടെയുണ്ട്. പക്ഷേ ആ ഒരു ലോൺലി ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെ കൂടെ ആരുമില്ല, മിണ്ടാൻ ആരുമില്ല, അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും എനിക്കില്ല, ദൈവം സഹായിച്ച്. അത് ആ ഒരു ക്യാരക്ടറിൻ്റെയും കൂടെ ആയിരിക്കും. എന്തായാലും കൊള്ളാം. അങ്ങനെ പിന്നെ അടുക്കളയൊക്കെ ഒതുക്കി പെറുക്കി വൃത്തിയാക്കി. ഇതും എനിക്ക് എല്ലാ ദിവസവും ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ഒരുപാട് കറ പിടിച്ച് കിടക്കുന്ന സ്റ്റൗവ്, അതുപോലെ തന്നെ സിങ്കിനകത്ത് പാത്രങ്ങൾ, ഇതൊന്നും എനിക്ക് കാണാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ കണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ആ ഒരു മൈൻഡായിരിക്കും, ആ ഒരു വൈബായിരിക്കും. പക്ഷെ നല്ല ഫ്രഷായിട്ട് തുടങ്ങിയാൽ അന്ന് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കുറച്ചുകൂടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനും എല്ലാം പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും പണ്ടുണ്ടായിരുന്ന ശീലങ്ങളല്ല. കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോൾ ബേബി വന്നിട്ടൊക്കെ കുറേ കൂടെ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അങ്ങനെയൊക്കെ ഒരു അടുക്കും ചിട്ടയും വന്നു തുടങ്ങി ജീവിതത്തിന്. പിന്നെ പ്രത്യേകിച്ചും ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന പാതയും അങ്ങനെയാണ്. ഞാൻ എൻ്റെ സ്പിരിച്വാലിറ്റിയിലൊക്കെ കുറേ കൂടി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് പുതിയ അറിവുകൾ, പുതിയ മാസ്റ്റേഴ്സ്, ഞാനൊരു ബ്യൂട്ടിഫുൾ ജേണിയാണ്. ഞാൻ എൻ്റെ മദർഹുഡിനോടൊപ്പം തന്നെ എൻ്റെ സ്പിരിച്വാലിറ്റിയും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. കഥ പറഞ്ഞെങ്ങോ പോയി. അങ്ങനെ പിന്നെ ഇതിപ്പോൾ പുറത്തേക്ക് ഞാൻ തൂത്തുവാരാൻ വന്ന സമയമാണ്. രാത്രിയാണെങ്കിലും ഇവിടെ നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതെൻ്റെ ശങ്കരിക്കുഞ്ഞ് കുറേ മുമ്പേ കുറേ തെർമോക്കോളെല്ലാം കൂടെ വാരിയെടുത്ത് കളിച്ച സമയമാണ്. ഞാനെപ്പോഴും കുഞ്ഞിൻ്റെ കൂടെയുണ്ട്. അവളത് വായിലൊന്നും ഇടാതൊക്കെ ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെ അതൊക്കെ തൂത്തുവാരി. പിന്നെ ഹോളൊക്കെ ഒരു ദിവസം എത്ര തവണയാണ് തൂത്തുവാരുന്നതെന്ന് എനിക്കറിയത്തില്ല. പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലെല്ലാം ഇങ്ങനെ ആയിരിക്കും അല്ലേ. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ മെസ്സാവും. അതെല്ലാം വൃത്തിയാക്കിയിട്ട് എനിക്ക് കിടന്നാലേ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ വീണ്ടും തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ശങ്കരിക്കുഞ്ഞ് ഈയിടെയായിട്ട് ഒരുപാട് നേരം കിടന്ന് കളിക്കാനും തറയിൽ കിടന്ന് TV കാണാനും ഒക്കെ തുടങ്ങിയ സമയമായതുകൊണ്ട് 1-2 ദിവസം തുടയ്ക്കുകയും വേണം. ഒരു ചെറുതേനീച്ച എനിക്ക് ആ മുറിയിൽ നിന്ന് കിട്ടിയതാട്ടോ. ഞാനതിനെ എങ്ങനെയോ ഗ്ലാസ്സിലാക്കി പുറത്ത് കൊണ്ട് പറത്തി വിട്ടു. ഇതിൻ്റെ ഒരു കുത്ത് ഓൾറെഡി ശങ്കരിക്ക് കിട്ടിയതാണ്. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, വളരെ കുറച്ച്. കാരണം ബാക്കിയുള്ളതെല്ലാം സന്ധ്യയ്ക്ക് മുമ്പ് കഴുകി തീർത്തതായതുകൊണ്ട് ഇപ്പോൾ ഫുഡ് കഴിച്ച് 1-2 പാത്രങ്ങൾ മാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. ആ സമയമായപ്പോഴത്തേക്കും ഏട്ടൻ മോട്ടർ ഇടാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങി. നമ്മുടെ ഈ വീട്ടിൽ ബോർവെല്ലിൽ നിന്ന് വെള്ളം എടുക്കുന്നതുകൊണ്ട് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറൊക്കെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ രാത്രി അടിച്ചിട്ടാലേ രാവിലത്തേക്ക് അത് തെളിഞ്ഞ് കിടക്കുകയുള്ളൂ. പിന്നെ ആൾക്ക് ക്യാമറയിൽ വരാനൊക്കെ കുറച്ച് മടിയായതുകൊണ്ട് അതിൻ്റെ ഒരു നാണം വേറെയും.
അയ്യോ അയ്യോ. അത് കഴിഞ്ഞ് ഞാൻ ഏകദേശം എല്ലാ ജോലിയും ഒതുക്കിയിട്ട് പിന്നെ എൻ്റെ മാത്രം ടൈമിലേക്ക് കയറി. ഞാനിതെൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതാണ്. ഇത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഇപ്പോൾ ഒരുപാട് റീൽസിലും ഒക്കെ കാണുന്നുണ്ടല്ലോ. വളരെ നല്ലൊരു പ്രാക്ടീസാണ്. ഇതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. പിന്നെ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു കറണ്ടിൻ്റെയോ വെള്ളത്തിൻ്റെയോ എന്തോ ഒരു കാര്യം, ഒരു സീരിയസ് ടോക്ക് ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടു. പിന്നെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. കുറേ നോട്ട്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് എഴുതി. കുറച്ച് പെൻഡിങ് ഉള്ള നോട്ട്സ് പഠിച്ചു. റിവൈസ് ചെയ്തു. കുറേ നോട്ട്സ് വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റേക്കി, ആകാശിക് റെക്കോർഡ്സ് അങ്ങനത്തെ കോഴ്സസൊക്കെ പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ റേക്കി 3rd ഡിഗ്രിയൊക്കെ എടുത്തു. ഞാനൊരു മാസ്റ്റർ ഹീലറാണ്. അതിൻ്റെ കാര്യങ്ങളും വഴിയേ പറയാം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ജനലെല്ലാം അടച്ചു. അപ്പോൾ ആ മുറിയിൽ ഞാൻ പഠിക്കാനിരിക്കുന്ന അത്രയും സമയം ആ ജനലങ്ങ് തുറന്നിട്ടേക്കും. അത് കഴിഞ്ഞപ്പോൾ അത് അടച്ചു. അതിനുശേഷം പോയി നല്ലപോലെ ഒന്ന് മേല് കഴുകി ലാസ്റ്റത്തെ ഘട്ടത്തിലേക്ക്, ഒരു ദിവസത്തെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഞാനിത് എൻ്റെ റേക്കി കോർണറിൽ വിളക്കൊക്കെ കത്തിച്ച് ധൂപമൊക്കെ കത്തിച്ച് ഹീൽ ചെയ്യാനിരിക്കുകയാണ്. എല്ലാ ദിവസവും സെൽഫ് ഹീൽ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് വേറൊരു ക്ലയൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ഹീലിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഹീലിങ്ങിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ക്രിസ്റ്റൽസ് എല്ലാം നല്ലപോലെ പ്രാർത്ഥിച്ച് ക്രിസ്റ്റൽസ് എല്ലാം എടുത്തിട്ടു. ഹീലിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് സമയമുണ്ടാവും. എൻ്റെ ഒരു റേക്കി ഹീലിങ്, സെൽഫ് ഹീലിങ്ങും ക്ലൈൻറ്റ് ഹീലിങ്ങും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ അങ്ങനെ പോവും. അതെല്ലാം കഴിഞ്ഞ് സമാധാനം, ഇത് പ്യുവർ ബ്ലിസ് ആണ് എൻ്റെ മനസ്സിലും എൻ്റെ മുഖത്തും ഈ കാണുന്നത്. ഒരു ദിവസം ഇത്രയും മനോഹരമായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഈ അടുത്ത ഇടയ്ക്ക്, അതായത് ഞാൻ ഇതിലേക്കൊക്കെ തിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര സന്തോഷത്തോടെ എത്ര സമാധാനത്തോടു കൂടി നമ്മളൊരു ദിവസം ഉറങ്ങാൻ കിടക്കുന്നു, അതിൻ്റെ 10 മടങ്ങ് ഫ്രഷ്നെസ്സോടു കൂടി നമുക്ക് പിറ്റേ ദിവസം ഉണരാൻ പറ്റും. എനിവേ, അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈവനിങ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. ബൈ.